നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. റിബേക്ക വളരെ സമ്പന്നയായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ അവൾക്കുണ്ടായ കുട്ടിയുടെ മുഖത്തുള്ള കറുത്ത പാടുകളും അത്ര വികൃതമായ ഒരു മുഖവും കണ്ടിട്ട് റിബേക്കയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ആ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് മാറ്റിയെടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു പാവപ്പെട്ടൊരു സ്ത്രീയുടെ കുട്ടി അതേ ഹോസ്പിറ്റലിൽ അതേ സമയത്ത് ഡെലിവറി ആയ മറ്റൊരു പെൺകുട്ടിയെ ആ കുട്ടിയുമായിട്ട് റിബേക്ക തൻ്റെ കുട്ടിയെ മാറ്റിയെടുക്കുകയാണ്. പാവപ്പെട്ട സ്ത്രീ ഇതൊന്നും അറിയുന്നില്ല. അവൾ തൻ്റെ കുഞ്ഞിനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് മുഖത്തൊക്കെയും പാടുകളായിട്ടാണ് കാണുന്നത്. എന്നാൽ അവൾ അതൊന്നും കാര്യമാക്കാതെ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും ആ കുഞ്ഞിനെ കെയർ ചെയ്യുകയാണ്. അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൾ വളരെ സ്നേഹം കൊടുത്ത കുഞ്ഞിനെ വളർത്തുകയാണ്. എന്നാൽ റൂബിയുടെ അവസ്ഥ അതല്ലായിരുന്നു. റിബേക്കയിൽ നിന്നും ഒരു അമ്മയുടെ സ്നേഹമോ ലാളനയോ ഒന്നും ആ കുഞ്ഞിന് കിട്ടിയില്ല. എന്നാൽ അവളുടെ പിതാവ്, അവളുടെ ഡാഡി വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ രണ്ട് കുട്ടികളും രണ്ട് വീടുകളിലായി ഇങ്ങനെ വളരുന്നു. ഈ കുട്ടികൾ സ്കൂളിൽ ചേർക്കേണ്ട പ്രായമായി. അങ്ങനെ ഗ്രേസ്, ഈ പാവപ്പെട്ട സ്ത്രീയുടെ മകളായ ഗ്രേസ് സ്കൂളിൽ ചെന്ന സമയത്ത് അവളുടെ ആ മുഖത്തെ കാര്യങ്ങളും പാടുകളും വികൃതമായ ആളുകൾക്ക് തോന്നുന്ന ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് കുട്ടികളെല്ലാം കൂടി ആ കുഞ്ഞിനെ കളിയാക്കുകയാണ്. വളരെ പരിഹാസ്യ വിഷയമായി അവൾ ആ സ്കൂളിൽ തീരുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് റൂബി വരികയാണ്. റൂബി വന്നിട്ട് ഗ്രേസിനോട് പറയുകയാണ്, വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂട്ടുകൂടാം, അവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, എൻ്റെ പേര് റൂബി എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം റൂബി നോക്കുമ്പോൾ ഗ്രേസ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഗ്രേസിനോട് ചോദിച്ചു, എന്താ ഗ്രേസ് നീ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ഗ്രേസ് പറഞ്ഞു, റൂബി, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നാൽ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല, അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖത്തിലാണ്. അപ്പോൾ റൂബി പറയുകയാണ്, സാരമില്ല, എൻ്റെയും ബർത്ത്ഡേ നാളെയാണ്, നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം, നീ അമ്മയും കൂട്ടി എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് ഗ്രേസിനെ അമ്മയെയും റൂബി ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഗ്രേസും അമ്മയും റൂബിയുടെ വീട്ടിലെ വലിയ പാർട്ടിയാണ്. ഒരുപാട് VIP കളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന സമയത്ത് റൂബിയുടെ അമ്മ റിബേക്കയ്ക്ക് പെട്ടെന്ന് ഈ കുട്ടിയെ മനസ്സിലാവുകയാണ്. ഓ, ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ അമ്മയെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ ഈ സ്ത്രീ ആലോചിക്കുകയാണ്. അങ്ങനെ റിബേക്ക ചെന്നിട്ട് ഗ്രേസിനോടും അമ്മയോടും പറയുകയാണ്, പാവപ്പെട്ടവർക്കൊന്നും ഇവിടെ പ്രവേശനമില്ല, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷനാണ്, ഇവിടെ ഒരു സെലിബ്രേഷൻ നടക്കുന്നു, VIP കൾ മാത്രമുള്ളൊരു ചടങ്ങാണ്, എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, നിങ്ങൾക്ക് ഇവിടെ ക്ഷണമില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയും ചോദിച്ച് വളരെ മോശമായി സംസാരിക്കുകയാണ്. അപ്പോൾ റൂബി ചെന്നിട്ട് പറയുകയാണ്, അമ്മേ, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഗ്രേസ് എന്നാണ് പേര്, അവളുടെ അമ്മയും ഞാനാണ് ഇൻവൈറ്റ് ചെയ്തത്, ഇന്ന് അവളുടെയും ബർത്ത്ഡേ ആണ്, ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തോട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് റൂബി റിബേക്കയോട് അപേക്ഷിക്കുകയാണ്. ആ സമയത്ത് റൂബിയുടെ സ്നേഹിതയായ ഫാദർ ആ സ്ഥലത്തേക്ക് വരികയാണ്. ഫാദർ പറഞ്ഞു, കുഴപ്പമില്ല, അതിനെന്താ, ഒരു ക്ലാസ്മേറ്റ്സ് അല്ലേ, ഒരു ഫ്രണ്ട്സ് അല്ലേ, നമുക്കത് എന്താ പ്രശ്നം, ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റൂബിയുടെ ഫാദർ കാരണം ആ സിറ്റുവേഷൻ, ആ പ്രശ്നം അങ്ങ് സോൾവ് ആവുകയാണ്. അങ്ങനെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികളൊക്കെയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റൂബിയുടെ ശരീരത്തിലോട്ട് അവിടെ ഒരു സ്റ്റാച്ചു നിന്നത് മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ആ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുണ്ടാവുകയും ഒരുപാട് രക്തം നഷ്ടമാവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഫാദർ വേഗം കുട്ടിയെയും എടുത്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. റൂബിയും റൂബിയുടെ അച്ഛനും അമ്മയും ഉണ്ട് കൂടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്, രക്തം കയറ്റേണ്ട ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഫാദർ പറയുകയാണ്, എൻ്റെ ബ്ലഡ് എടുത്തോളൂ, ഒരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഇത് ഈ കുട്ടിയുടെ ഫാദറും മദറും അല്ല. അങ്ങനെ ഡോക്ടർ ഈ സത്യം ഈ ഫാദറിനെ അറിയിക്കുകയാണ്, നിങ്ങളുടെ മകളല്ല. അപ്പോൾ ഫാദർ അത്ഭുതപ്പെടുന്നു. അയാൾ റിബേക്കയോട് ചോദിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ റിബേക്ക ആ സമയത്ത് താൻ ചെയ്ത ആ വലിയ കള്ളത്തരം, താൻ മറച്ചു വെച്ച ആ വലിയ കള്ളത്തരം അന്നേരം തുറന്നു പറയുകയാണ്. അപ്പോഴും ലവലേശം ആ സ്ത്രീക്ക് കുറ്റബോധമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ഈ സാഹചര്യത്തിൽ ചെയ്തോ, എനിക്ക് അതൊന്നും പ്രശ്നമല്ല,
ഞാൻ എന്തായാലും ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് മടങ്ങുകയാണ്. അല്പം പോലും കരുണയില്ലാതെ, അല്പം പോലും സ്നേഹമോ ആർദ്രതയോ ഇല്ലാതെ. എന്നാൽ ആ സ്ഥലത്തോട്ട് ഗ്രേസിൻ്റെ അമ്മയും വരികയാണ്. അവർ കടന്നു വന്നപ്പോൾ റൂബിയുടെ ഫാദർ ഗ്രേസിൻ്റെ അമ്മയോട് അപേക്ഷിക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്, നിങ്ങൾ കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗ്രേസിൻ്റെ അമ്മ വളരെ സന്തോഷത്തോടെ തൻ്റെ യഥാർത്ഥ കുഞ്ഞിന് ബ്ലഡ് നൽകി അവളുടെ ജീവൻ രക്ഷിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഒരു ഹോസ്പിറ്റലിൽ വിടുന്നു. റൂബി വളരെ ആരോഗ്യമുള്ളവളായിത്തീരുന്നു. അവളുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അങ്ങനെ അവർ വീട്ടിൽ വന്നിട്ട് ഈ റൂബിയുടെ ഫാദർ തീരുമാനിക്കുകയാണ് ഗ്രേസിൻ്റെ അമ്മയെയും ഈ വീട്ടിലോട്ട് താമസം മാറ്റാനായിട്ട്. അങ്ങനെ ആ കുടുംബം ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ഒരുപാട് നാൾ ജീവിക്കുകയാണ്. ഇപ്പോൾ റൂബിയും ഗ്രേസും ഫ്രണ്ട്സ് എന്നതിലുപരി സിസ്റ്റേഴ്സും കൂടിയാണ്. അതുമാത്രമല്ല, ഗ്രേസിന് ഇപ്പോൾ തൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് യാതൊരു വിധമായ വിഷമങ്ങളും പ്രയാസങ്ങളുമില്ല. കാരണം അവളുടെ ഏറ്റവും നിയർ ആൻഡ് ഡിയർ വൺസ് അവൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, എന്താണ് ഈ കഥയുടെ ഉള്ളടക്കം? നുണ അല്ലെങ്കിൽ കള്ളത്തരം കാരണം നമ്മൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ താൽക്കാലികമായ നേട്ടത്തിനോ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ നുണകൾ അത് ഒത്തിരി നാൾ നീണ്ടു നിൽക്കില്ല. എന്നെങ്കിലും സത്യം പുറത്തു വരും. അധികം വൈകാതെ സത്യം പുറത്തു വരും. ആ സമയത്തുണ്ടാകുന്ന നഷ്ടങ്ങളും വേദനകളും നാണക്കേടും പിന്നെ ഒരിക്കലും നമുക്ക് നികത്താനും സാധിക്കില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ച്, പരസ്പരം സ്നേഹിച്ചും പരസ്പരം സത്യം മാത്രം സംസാരിച്ചും നമുക്ക് മുന്നേറാം. ലൈസ് നെവർ മേക്ക് എനിവൺ ഹാപ്പി.